ആസ് എ കർണാട്ടിക് മ്യൂസിഷ്യൻ മാഷ്ക്ക് ഏത് സ്റ്റൈൽ ഇപ്പം സേ ഒരു സൗത്ത് ഇന്ത്യയിൽ പഠിച്ച് വളരുന്ന ഒരു സിംഗറിന് അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ച് വളർന്ന ഒരു സിംഗറിന് കർണാട്ടിക് ഒരു തീർച്ചയായിട്ടും ഒരു അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് പാഠങ്ങളെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളതൊരു നിർബന്ധമായിട്ട് മാഷ്ക്ക് തോന്നുന്നുണ്ടോ? രണ്ട് രീതിയിൽ പറയാം. ഒന്ന് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിനിമാ ഗാനം പാടാനാണ് നമ്മുടെ കരിയർ മ്യൂസിക് ആസ് എ പ്ലേബാക്ക് സിംഗർ ആണെന്ന് വെച്ചാൽ വേരിയേഷൻ പലതരത്തിലുള്ള സിംഗിങ് സ്റ്റൈല് വേണമെന്നുണ്ടെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ഉള്ളത് നല്ലതാണ്. ഇതെല്ലാവർക്കും പാടാം. അപ്പോൾ നമ്മൾ ആസ് എ സിംഗർ ഇഫ് യു വോണ്ട് ടു പ്രോഗ്രസ്, ഇപ്പോൾ എന്ന് പാടാൻ പറ്റിയാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വാട്ട് എ ബ്യൂട്ടിഫുൾ വേ ടു പുട്ട് ഇറ്റ് ശരിക്കും. അതെ അതെ. കാരണം ഇപ്പോൾ ഇതൊന്നും ഇതെല്ലാം ഇറ്റ് ഈസ് ദെയർ ഔട്ട് ഫോർ യു ടു പിക്ക് ആൻഡ് ചൂസ്. അതെ. പക്ഷെ ഇതുണ്ടെങ്കിലാണ് നമുക്ക് അതും പാടാം. അവിടെ നിങ്ങളുടെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ എക്സാക്ട് അപ്പോൾ ആ അഡ്വാൻറ്റേജ് നമ്മൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ വെൻ ദ വേൾഡ് മൂവ്സ് ഫോർവേഡ്, എനിക്ക് തോന്നുന്നത് ഇത്തരം സ്ട്രീമുകൾക്ക് ഇത്തരം സംഗീതങ്ങൾക്ക് കൂടുതലും പ്രാധാന്യങ്ങൾ വരാൻ പോകുന്ന ഒരു കാലമാണ്. ഇത്ര വരെ ഹോളിവുഡിൽ ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഐ എം ഷുവർ തോടി കേൾക്കാൻ സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് കേൾക്കാം. ഇപ്പൊ തന്നെ നമ്മൾ ഹിപ്പ് ഹോപ്പ് പോപ്പ് ആൽബംസ് ഒക്കെ എടുത്താൽ അതിൽ സിത്താർ, തബല, അങ്ങനെ എത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, തമ്പുരു ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ദാറ്റ് ഈസ് എ വെരി വെരി ഗുഡ് സൈൻ അല്ലേ? മാഷ്ടെ കോമ്പസിഷൻസിൽ വേറൊരു പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ലിസ്ണേഴ്സാണ് കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാൽ മെയ് മാസമേ എന്നുള്ള പാട്ടാണ്. ഇത് പാടിയിരിക്കുന്ന അമൽ ആൻ്റണി. ആൻഡ് അത് പ്യുവർ ആഭോഗിയല്ല അല്ലേ? പ്യുവർ ആഭോഗിയല്ല അല്ല. ഓക്കെ, ശ്രീരഞ്ജനി മിക്സ് ഉണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ആ രാഗങ്ങളുടെ ഒരു ബ്യൂട്ടിയും പിന്നെ അതിൻ്റെ ലിറിക്സും എല്ലാം കൂടി വന്നപ്പോൾ ഇറ്റ് ജസ്റ്റ് ടേൺഡ് ഔട്ട് ടു ബി സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. എനിക്ക് തോന്നുന്നു മാഷ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ വെച്ച് എൻ്റെ ഒരു പേഴ്സണൽ പിക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മെയ് മാസം എന്നുള്ള പാട്ടായിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് ആബ്സല്യൂട്ട്ലി ലവ്ലി. അപ്പം എനിക്ക് അത് മാഷിൻ്റെ ബേബിയാണല്ലോ, മാഷിൻ്റെ ക്രിയേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാഷ് അത് പാടുന്നത് കേൾക്കാനൊരാഗ്രഹം. പ്ലീസ് ഫോർ അസ്. ഞാൻ അമല് പാടുന്ന അത്രയൊന്നും ഞാൻ പാടി ശരിയാവില്ല. പക്ഷെ അമലിന്റെ ടെക്സ്ചറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ. നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ, ഈറൻമുകിൽ നിന്നെ തൊടും പാടങ്ങളോർമ്മിക്കയാലോ, പ്രണയാരുണം തരുശാഖയിൽ ജ്വലനാഭമാ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ. ലവ്ലി, ആബ്സല്യൂട്ട്ലി. മാഷ്ടെ ഇനി വരാനുള്ള പ്രോജക്ട്സിനെ കുറിച്ചൊന്ന് പറയാമോ? വിദൂഷകൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, പാരലൽ സിനിമയാണ്. അതിൽ സഞ്ജയനെ കുറിച്ചുള്ളൊരു ഡോക്യു ഫിക്ഷനാണ്. അപ്പോൾ അതിൽ 2 പാട്ടുകളുണ്ട്.
അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. ശരി. VK പ്രകാശ് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കണത് ഇതിലാണ്. സഞ്ജയനായിട്ട് അഭിനയിക്കണത് VK പ്രകാശ്. ശരി. അപ്പോൾ സന്തോഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുടെയാണ്. അതാണ് ഇനി വരാനുള്ളത് അതാണ്. അപ്പോൾ വി ആർ ഓൾ വെയിറ്റിംഗ്. അതിലത്തെ പാട്ടുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. മാഷ്ടെ എല്ലാ കാര്യങ്ങൾക്കും, ഫോർ യുവർ മ്യൂസിക് ആൻഡ് ഫോർ യുവർ ഫാമിലി ആൻഡ് ഫോർ യുവർ agriculture എല്ലാത്തിനും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ടൈം ഔട്ട് ഓഫ് യുവർ ബിസി ഷെഡ്യൂൾ ഇവിടെ വന്ന് ഡ്യുവറ്റിൽ വന്ന്. എനിക്ക് ഭയങ്കര എൻലൈറ്റനിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാഷ്ടെ കുറേ കാര്യങ്ങൾ അറിയാനും സംസാരിക്കാനും പറ്റിയില്ല. ഐ എം റിയലി വെരി ഹാപ്പി. ഞാനും മ്യൂസിഷ്യൻസും പിന്നെ അതേപോലെ ഡ്യുവറ്റിൻ്റെ ഹോൾ ടീം താങ്ക്സ് യു സിൻസിയർലി ഫോർ ബീയിങ് ഹിയർ ടുഡേ. എനിക്ക് വലിയ സന്തോഷമായി. ബിക്കോസ് ഒന്നാമത് ഇത്തരം ഒരു ടോപ്പ് ക്ലാസ് മ്യൂസിഷ്യൻസിൻ്റെ ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു സൗഭാഗ്യം. സൗന്ദരരാജനാണെങ്കിലും ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് എനിക്ക് സൗന്ദര്യമായിട്ട്. റാഫി, രാജേഷ്, എല്ലാവരും എന്ത് ഭംഗിയായിട്ടാണ് വായിക്കണേ. ആൻഡ് യു ആർ സിംഗിങ് സോ വെൽ. അപ്പോൾ ഇറ്റ്സ് നൈസ്. എനിക്കും വലിയ സന്തോഷം ഇവിടെ വന്ന് ഡ്യുവറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.